Topic is multiple evaporators at different temperatures with compound compression, multiple expansion valves and flash intercoolers. ഇവിടെ നമ്മൾ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കോമ്പൗണ്ട് കംപ്രഷൻ എന്ന രീതിയിലായിരിക്കും നമ്മൾ കംപ്രസ് ചെയ്യുക. ദെൻ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ വാൾവ്സ് ഉണ്ട്, ഫ്ലാഷ് ഇൻ്റർകൂളേഴ്സ് ഉണ്ട്. നമുക്ക് ആദ്യം അറേഞ്ച്മെൻറ്റ് നോക്കാം. 3 ഇവാപ്പറേറ്റർ ഉണ്ട്. ഇവാപ്പറേറ്റർ 1, ഇവാപ്പറേറ്റർ 2, ഇവാപ്പറേറ്റർ 3. അതുപോലെ തന്നെ 3 കംപ്രസറും ഉണ്ട്. കംപ്രസർ 1, കംപ്രസർ 2, കംപ്രസർ 3. ദെൻ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ വാൾവ്സ് 3 ഉണ്ട്. എക്സ്പാൻഷൻ വാൾവ് 3, എക്സ്പാൻഷൻ വാൾവ് 2, എക്സ്പാൻഷൻ വാൾവ് 1. 2 ഫ്ലാഷ് ഇൻ്റർകൂളേഴ്സും ഉണ്ട്. F1, F2. അതുപോലെ തന്നെ ഒരു കണ്ടൻസറും ഉണ്ട്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് pH ഡയഗ്രം നോക്കി നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവാപ്പറേറ്റർ 1ൻ്റെ ഈ എക്സിറ്റിൽ നിന്ന് തുടങ്ങാം. അതായത് പോയിൻറ്റ് 1ൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇവാപ്പറേറ്റർ 1ൻ്റെ എക്സിറ്റിൽ വരുന്നത് പോയിൻറ്റ് 1 കണ്ടീഷനിലുള്ള റെഫ്രിജറൻ്റാണ്. അതെന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ പോയിൻറ്റ് 1 നമ്മൾ സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്നു. പോയിൻറ്റ് 1 എന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. ഇനി ഈ 1 കണ്ടീഷനിലുള്ള റെഫ്രിജറൻ്റ് കംപ്രസർ 1ലൂടെ കടന്നുപോയി കംപ്രസർ 1 അതിനെ ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്ത് 2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ 1 to 2 എന്ന് പറയുന്നതാണ് കംപ്രസർ 1ൽ നടക്കുന്ന കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ pH ഡയഗ്രത്തിൽ നമ്മളത് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സ്. അതിൽ കംപ്രസർ ചെയ്യുന്നത് ഈ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിനെ 2 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. അപ്പോൾ കംപ്രസർ 1ൻ്റെ എക്സിറ്റിൽ വരുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. ഇനി ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ നമ്മൾ F1 എന്ന് പറയുന്ന ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ട് എന്ന് കരുതുക. ആ ലിക്വിഡ് എങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ആ F1 എന്ന് പറയുന്ന ഫ്ലാഷ് ഇൻ്റർകൂളറിനകത്ത് ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ കംപ്രസർ 1ൽ നിന്ന് വരുന്ന 2 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഈ F1 എന്ന് പറയുന്ന ഫ്ലാഷ് ഇൻ്റർകൂളറിലൂടെ കടന്നു പോകുമ്പോൾ അത് 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ 2 to 3 എന്ന് പറയുന്ന ഡീ സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സ് അത് നടക്കുന്നത് F1 എന്ന് പറയുന്ന ഫ്ലാഷ് ഇൻ്റർകൂളറിലായിരിക്കും. ഓക്കെ, അപ്പോൾ കംപ്രസർ 1ൻ്റെ എക്സിറ്റിൽ വരുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ കൂടെ കടന്നുപോയി ഡീ സൂപ്പർ ഹീറ്റഡായി അതിന് ടെമ്പറേച്ചർ കുറഞ്ഞ് 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. ഓക്കെ, അങ്ങനെ ഡീ സൂപ്പർ ഹീറ്റിംഗ് നടക്കുമ്പോൾ ഈ F1 എന്ന് പറയുന്ന ഫ്ലാഷ് ഇൻ്റർകൂളറിനകത്തുള്ള കുറച്ച് ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇവാപ്പറേറ്റ് ചെയ്യുന്ന ലിക്വിഡും 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ റെഫ്രിജറൻ്റ് കണ്ടീഷൻ 3 തന്നെയാണ്. പക്ഷേ അവിടെ 2 മാസ് വരുന്നുണ്ട്. ഒന്നാമത്തെ മാസം എന്ന് പറയുന്നത് കംപ്രസർ 1ൽ നിന്ന് വരുന്ന റെഫ്രിജറൻ്റ് അതിൻ്റെ മാസമുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ എന്തുമാത്രം ലിക്വിഡാണോ വേപ്പർ ഫോമിലേക്ക് മാറിയത് ആ മാസും ഈ F1 എന്ന് പറയുന്ന ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ വരുന്നു. ഈ 2 മാസിൻ്റെയും കണ്ടീഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് 3 ആണ്. ആ പോയിൻറ്റ് 3 എന്ന് പറയുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. ഇനി ഈ പോയിൻറ്റ് 3 കണ്ടീഷനിലുള്ള റെഫ്രിജറൻ്റ് അതുപോലെ തന്നെ ഈ ഇവാപ്പറേറ്റർ 2, ആ ഇവാപ്പറേറ്റർ 2ൻ്റെ എക്സിറ്റിൽ വരുന്ന റെഫ്രിജറൻ്റ് അതിൻ്റെ കണ്ടീഷനും പോയിൻറ്റ് 3 തന്നെയാണ്. അതായത് ഇവാപ്പറേറ്റർ 2ൻ്റെ ഈ എക്സിറ്റ് കണ്ടീഷനിൽ വരുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. അതിൻ്റെ കണ്ടീഷനും പോയിൻറ്റ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ നിന്ന് വരുന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റും അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ 2ൻ്റെ എക്സിറ്റിൽ നിന്ന് വരുന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റും രണ്ടിൻ്റെയും കണ്ടീഷൻ സെയിം ആണ്, പോയിൻറ്റ് 3. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കംപ്രസർ 2ലേക്ക് കൊടുക്കുന്നു. കംപ്രസർ 2 എന്ത് ചെയ്യുന്നു, ഈ 3 എന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിനെ 4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ pH ഡയഗ്രം നോക്കുകയാണെങ്കിൽ 3 to 4 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ കംപ്രസർ 2 എന്ത് ചെയ്യുന്നു, 3 എന്ന കണ്ടീഷനിലുള്ള ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റിനെ 4 എന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻ്റ് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ കംപ്രസർ 2ൻ്റെ എക്സിറ്റിൽ വരുന്നത് 4 എന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. ഇനി ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പർ F2 എന്ന് പറയുന്ന
രണ്ടാമത്തെ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ കൂടെ കടന്നുപോയി ഡീസൂപ്പർ ഹീറ്റിംഗ് നടന്ന് 5 എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ 4 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് 5 എന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ കണ്ടീഷനിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ 4 to 5 എന്ന് പറയുന്നത് ഡീസൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ 4 എന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ കടന്നുപോയി ഡീസൂപ്പർ ഹീറ്റഡായി 5 എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അങ്ങനെ ഡീസൂപ്പർ ഹീറ്റിംഗ് നടക്കുമ്പോൾ ആ ഡീസൂപ്പർ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി ഈ ഫ്ലാഷ് ഇൻ്റർകൂളർ 2-ലുള്ള ലിക്വിഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഫ്ലാഷ് ഇൻ്റർകൂളർ 2-ലുള്ള ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്യുന്ന മൂലം കുറച്ച് ലിക്വിഡ് വേപ്പർ ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ വേപ്പർ ഫോമിലേക്ക് മാറുന്ന ലിക്വിഡും അതിൻ്റെ കണ്ടീഷനും ഈ പോയിൻ്റ് 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് ഇൻ്റർകൂളർ 2-ൻ്റെ എക്സിറ്റിൽ വരുന്നത് 2 മാസമാണ്. കംപ്രസർ 2-ന്ന് വരുന്ന മാസം, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ലിക്വിഡാണോ ഈ ഫ്ലാഷ് ഇൻ്റർകൂളർ 2-ൽ വേപ്പർ ഫോമിലേക്ക് മാറുന്നത്, അതും ഈ F2 എന്ന് പറയുന്ന ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ വരുന്നു. അപ്പോൾ ആ 2 മാസത്തിൻ്റെയും കണ്ടീഷൻ സെയിമാണ് പോയിൻ്റ് 5. ഇനി ഇവാപ്പറേറ്റർ 3 എടുക്കാം. ഇവാപ്പറേറ്റർ 3-യുടെ എക്സിറ്റിൽ വരുന്നതും 5 എന്ന കണ്ടീഷനിലുള്ള ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ റെഫ്രിജറൻ്റാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവിടെ 3 മാസമാണ് ഈ കംപ്രസർ 3-ലേക്ക് പോവുക. ഇവാപ്പറേറ്റർ 3-ൻ്റെ എക്സിറ്റിൽ നിന്ന് വരുന്ന മാസും അതുപോലെ തന്നെ ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ നിന്ന് വരുന്ന ഫ്ലാഷ് ഇൻ്റർകൂളർ 2-ൻ്റെ എക്സിറ്റിൽ നിന്ന് വരുന്ന മാസും, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കംപ്രസർ 3-ലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് ഇൻ്റർകൂളർ 2-ൻ്റെ എക്സിറ്റിൽ വരുന്ന 2 മാസമാണ് കംപ്രസർ 2-ന്ന് വരുന്ന മാസും. ഈ ഫ്ലാഷ് ഇൻ്റർകൂളർ 2-ൻ്റെ അകത്ത് എത്ര എമൗണ്ട് ലിക്വിഡാണോ വേപ്പർ ഫോമിലേക്ക് മാറിയത്, അതും ഈ 2 മാസം കൂടെയാണ്. ദെൻ ഈ ഇവാപ്പറേറ്റർ 3-യുടെ എക്സിറ്റിൽ നിന്ന് വരുന്ന മാസം, ആ മാസം കൂടെ ചേർന്ന് 3 മാസങ്ങൾ മിക്സായിട്ട് കംപ്രസർ 3-ലേക്ക് സപ്ലൈ ചെയ്യുന്നു. കംപ്രസർ 3 എന്ത് ചെയ്യുന്നു, ഈ 5 എന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിനെ 6 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ കംപ്രസർ 3-ൽ നടക്കുന്ന കംപ്രഷൻ പ്രോസസ്സാണ് 5 to 6. 5 to 6 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ് ഇൻ ദ കംപ്രസർ 3. അപ്പോൾ കംപ്രസർ 3 ഈ 5 എന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിനെ 6 എന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. ഇനി ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്നു. കണ്ടൻസർ അതിനെ കണ്ടൻസ് ചെയ്ത് സാറ്റുറേറ്റഡ് ലിക്വിഡാക്കി മാറ്റുക. അപ്പോൾ 6 to 7 എന്ന് പറയുന്നതാണ് കണ്ടൻസറിൽ നടക്കുന്ന കണ്ടൻസേഷൻ പ്രോസസ്സ്. കണ്ടൻസർ ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ സാറ്റുറേറ്റഡ് ലിക്വിഡാക്കി മാറ്റുന്നു. അപ്പോൾ അതാണ് പോയിൻ്റ് 7, സാറ്റുറേറ്റഡ് ലിക്വിഡ്. ഇനി 7 എന്ന കണ്ടീഷനിലുള്ള സാറ്റുറേറ്റഡ് ലിക്വിഡ് E3 എന്ന് പറയുന്ന എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്ന് 8 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ 7 to 8 എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ വാൽവ് 3-ൽ നടക്കുന്ന ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ അത് നമ്മൾ pH ഡയഗ്രത്തിൽ ഈ കാണുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. 8 എന്ന് പറയുന്നത് വെറ്റ് വേപ്പർ റീജിയനിൽ വരും. അവിടുത്തെ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് X8 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടായ ഫ്ലാഷ് പ്ലസ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ടാകുന്നുണ്ട്. അതിൽ എത്ര എമൗണ്ട് ലിക്വിഡാണോ ഇവാപ്പറേറ്റർ 3-ക്ക് ആവശ്യം, അത്രയും എമൗണ്ട് ലിക്വിഡും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ അത്രയും ഫ്ലാഷും ഈ ഇവാപ്പറേറ്റർ 3-ലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവാപ്പറേറ്റർ 3 എന്ത് ചെയ്യുന്നു, ആ 8 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള വെറ്റ് വേപ്പറിനെ 5 എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ 8 to 5 എന്ന് പറയുന്ന പ്രോസസ്സ് ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇവാപ്പറേറ്റർ 3-ൽ നടക്കുന്ന പ്രോസസ്സ്. ഇവാപ്പറേറ്റർ 3 എന്ത് ചെയ്യുന്നു, 8 എന്ന വെറ്റ് വേപ്പറിനെ 5 എന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. ഓക്കെ, 8 എന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിനെ 5 എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഈ എക്സ്പാൻഷൻ വാൽവ് 3-ലുണ്ടായ ആ വേപ്പറിനെ അത്രയും നമ്മൾ ഇവാപ്പറേറ്റർ 3-ലേക്ക് സപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ F2-ലേക്ക് പിന്നീട് പോവുക സാറ്റുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ആ സാറ്റുറേറ്റഡ് ലിക്വിഡ് F2-ലേക്ക് പോകുന്നു. ഇനി നമുക്കറിയാം F2-ൽ ഡീസൂപ്പർ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി കുറച്ച് എമൗണ്ട് ലിക്വിഡിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മിച്ചം വരുന്ന ലിക്വിഡ്, ആ ലിക്വിഡിനെ നമ്മൾ എക്സ്പാൻഷൻ വാൽവ് 2-ലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഷൻ വാൽവ് 2-ൻ്റെ ഇൻലെറ്റിൽ വരുന്ന എന്തായിരിക്കും, ഓഫ് കോഴ്സ് സാറ്റുറേറ്റഡ് ലിക്വിഡ് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് പോയിൻ്റ് 9. അത് സാറ്റുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സ്പാൻഷൻ വാൽവ് 2 എന്ത് ചെയ്യുന്നു, ഈ 9 എന്ന കണ്ടീഷനിലുള്ള
റെഫ്രിജറൻറ്റ്. ആ റെഫ്രിജറൻറ്റ് എവിടെ നിന്നാണ് വരുന്നത്? F2V എന്ന് വരുന്നു, ഫ്ലാഷ് ഇൻ്റർകൂളർ 2V എന്ന് വരുന്നു. അതിനെ 10 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ 9 to 10 ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുന്നത് എക്സ്പാൻഷൻ വാൽവ് 2വിലാണ്. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് 9 to 10 എന്ന് പറയുന്ന ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ എക്സ്പാൻഷൻ വാൽവ് 2വിൻ്റെ എക്സിറ്റിൽ വരുന്ന ഈ 10 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റും വെറ്റ് വേപ്പർ ആയിരിക്കും. അതിന് ഡ്രൈനസ് ഫ്രാക്ഷനാണ് X10. ഓക്കെ, അപ്പോൾ 10 എന്ന് പറയുന്ന ഇവിടുത്തെ റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് X10 ആയിരിക്കും. ഓക്കെ, ഇനി ഈ എക്സ്പാൻഷൻ വാൽവ് 2വിൻ്റെ എക്സിറ്റിൽ എന്തുമാത്രം വേപ്പർ ഉണ്ടായോ ആ വേപ്പർ പ്ലസ് ഇവാപ്പറേറ്റർ 2വിന് എന്തുമാത്രം ലിക്വിഡ് ആവശ്യമാണോ അത്രയും ലിക്വിഡ് ഇവാപ്പറേറ്റർ 2വിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവാപ്പറേറ്റർ 2 എന്ത് ചെയ്യുന്നു? ഈ 10 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിനെ 3 എന്ന് പറയുന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് 10 to 3 എന്ന് പറയുന്നതാണ് ഇവാപ്പറേറ്റർ 2വിൽ നടക്കുന്ന പ്രോസസ്സ്. ഇവാപ്പറേറ്റർ 2 10 എന്ന കണ്ടീഷനിലുള്ള വെറ്റ് വേപ്പറിനെ 3 എന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഇവാപ്പറേറ്റർ 2വിലേക്ക് നമ്മൾ ഈ 10ലുണ്ടായ അത്രയും വേപ്പറിനെ ഇവാപ്പറേറ്റർ 2വിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്ലാഷ് ഇൻ്റർകൂളർ 1ലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുക സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും. ഇനി ഫ്ലാഷ് ഇൻ്റർകൂളർ 1ൽ എന്ത് സംഭവിക്കുന്നു? ഡീസൂപ്പർ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി കുറച്ച് ലിക്വിഡ് വേപ്പർ ഫോമിലേക്ക് മാറുന്നു. ദെൻ മിച്ചമുള്ള ലിക്വിഡിനെ നമ്മൾ എക്സ്പാൻഷൻ വാൽവ് 1ലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഷൻ വാൽവ് 1ൻ്റെ ഇൻലെറ്റിൽ വരുന്ന റെഫ്രിജറൻറ്റ് അതാണ് പോയിൻ്റ് 1. അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ അതാണ് പോയിൻ്റ് 1 നമ്മൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഈ എക്സ്പാൻഷൻ വാൽവ് 1 എന്ത് ചെയ്യുന്നു? ഈ സാച്ചുറേറ്റഡ് ലിക്വിഡിനെ 12 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ 11 to 12 എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ വാൽവ് 1ൽ നടക്കുന്ന ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ അതാണ് 11 to 12 എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത്. 12 എന്ന് പറയുന്നത് വെറ്റ് വേപ്പറാണ്. ദെൻ ഈ 12 എന്ന കണ്ടീഷനിലുള്ള വെറ്റ് വേപ്പറിനെ ഇവാപ്പറേറ്റർ 1ലൂടെ കടത്തിവിടുന്നു. ഇവാപ്പറേറ്റർ 1 അതിനെ 1 എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ 12 to 1 എന്ന് പറയുന്നതാണ് ഇവാപ്പറേറ്റർ 1ൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവാപ്പറേറ്റർ 1 12 എന്ന വെറ്റ് വേപ്പറിനെ 1 എന്ന് പറയുന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് ഇൻ്റർകൂളറിലും ഉള്ള ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ടും വേപ്പർ ഫോമിലേക്ക് മാറില്ല. ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് ഡീസൂപ്പർ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി വിനിയോഗിക്കുക. ബാക്കി എന്ത് ലിക്വിഡാണോ വരുന്നത് ആ ലിക്വിഡിനെ നമ്മൾ എക്സ്പാൻഷൻ വാൽവ് 2വിലേക്കും അതുപോലെ തന്നെ 1ലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സിസ്റ്റം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നതാണ്.